മഴക്കാലമായി കഴിഞ്ഞാൽ തുണി ഉണക്കാനിടുന്ന വല്ലാത്തൊരു ടാസ്ക് ആണല്ലേ. ഉണങ്ങി കിട്ടാനും പിന്നീട് തോരയിടാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടാണ്. എനിക്ക് ഏറ്റവും മടി പിടിച്ചൊരു പണിയാണിത്. അതുപോലെ എൻ്റെ അടുത്ത് കുറച്ച് കൂട്ടുകാർ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വെണ്ടയ്ക്ക് പുളിയുടെ റെസിപ്പി ഇടുമോ ചോദിച്ചിട്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. നമ്മൾ വെണ്ടയ്ക്ക് ചെറുതാക്കി അരിയണം. നമ്മൾ സാമ്പാറിന് അരിയുന്നത് കുറച്ച് നീളത്തിലല്ലേ, ഇത് കുറച്ച് ചെറുതാക്കിയിട്ട് അരിഞ്ഞെടുക്കണം. എന്നിട്ട് എണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് വറുത്തെടുക്കും. കുറച്ച് അധികം എണ്ണ ഒഴിക്കണം, എന്നാലേ ടേസ്റ്റ് കിട്ടുള്ളൂ. വെണ്ടയ്ക്ക് പുളിയന് നമ്മൾ പല രീതിയിൽ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു മീൻകറി വെക്കുന്ന സ്റ്റൈലിലാണ്. തേങ്ങ അരയ്ക്കാത്ത രീതിയിലും തേങ്ങ അരച്ചിട്ടും പരിപ്പ് ഇട്ടിട്ടൊക്കെ നമ്മൾ വെക്കാറുണ്ട്. പിന്നീട് നമ്മൾ ആ ചട്ടിയിൽ തന്നെ മല്ലിപ്പൊടി, നമ്മൾ 2 സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്, 1 സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ പൊടിച്ചാണ്, നല്ല എരിവുള്ള മുളക് പൊടി, അതുകൊണ്ട് കുറച്ച് ചേർക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ആ മൂക്കുന്ന പരിവാണ് കേട്ടോ അതിൻ്റെ മണം കറക്റ്റായിട്ട് കിട്ടുന്നത്. എന്നിട്ട് ഒരു പിടി പുളി വെള്ളത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം മല്ലിപ്പൊടിയും മുളക് പൊടിയും അതുകൂടെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് പുളി പാകത്തിന് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഉപ്പും ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് തിളച്ച് വരണം. തിളച്ചതിന് ശേഷം അതിലോട്ട് നമുക്ക് വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കണം ചെയ്യേണ്ടത്. ഇത് നമ്മൾ തേങ്ങ അരച്ചിട്ടാട്ടോ വെക്കുന്നത്. തേങ്ങയിൽ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചേർക്കാറില്ല. ചില ആളുകൾ അതിൽ ജീരകം ചേർക്കാറുണ്ട്. ഇവിടെ നമ്മൾ വെറുതെ തേങ്ങ അരയ്ക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. വെണ്ടയ്ക്ക ഒന്ന് വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലോട്ട് നമുക്ക് തേങ്ങ അരച്ചും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ട് അതിൽ ഉലുവയും അതുപോലെ തന്നെ ചെറിയ ഉള്ളി കറിവേപ്പിലയും നന്നായിട്ട് വഴറ്റിയിട്ട് നമുക്ക് ഇതിലോട്ട് താളിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണിത്. ഇതേപോലെ തന്നെ കേട്ടോ കായ്പയ്ക്കപ്പുളിയും വെക്കാറ്, അതുപോലെ വെള്ളപ്പയർ പുളി നമ്മൾ വെക്കാറുണ്ട്. പിന്നെ ഞാൻ കഴിക്കാനൊക്കെ ഇരുന്ന അച്ഛമ്മ അമ്മയുടെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ ഞാനും അമ്മയും മാത്രമേ അടുക്കളയിൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.